ഐക്കറിൻ്റെ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ അവസാന ദിവസം ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഐക്കറിൻ്റെ ചോയ്സ് ഫില്ലിംഗ് നടത്തുക. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ വീഡിയോയിലോട്ട് പോവാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കും. നിങ്ങൾക്കറിയാം ഐക്കർ എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് അലൈഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു സ്ഥാപനമാണ്. ഇതിനു മുമ്പ് സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. കുറച്ച് 2 വർഷമായിട്ട് CUET വഴിയാണ് അതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ CUET എഴുതിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഐക്കർ ത്രൂ അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഫോറസ്ട്രി അലൈഡ് കോഴ്സസിലൂടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടുന്ന ഒരു സ്റ്റെപ്പാണ്. ഇതിൻ്റെ ഐക്കറിൻ്റെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും 2 തീയതികളും സ്റ്റെപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും CUETൻ്റെ അപ്ലിക്കേഷൻ നമ്പറും സ്കോർ കാർഡൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ സെപ്റ്റംബർ 2 മുതൽ 8 വരെയുള്ള തീയതികളിലായിട്ട് നിങ്ങളൊരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ചോയ്സ് ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് കോഴ്സ് ഏത് സ്ഥാപനത്തിൽ വേണം എന്നുള്ളതാണ് ചോയ്സ് ഫില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒക്ടോബർ 14 സ്റ്റാർട്ട് ചെയ്ത് നാളെ ഒക്ടോബർ 17 വരെയാണ് തീയതിയുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാര്യം നാളെ ചിലപ്പോൾ സെർവർ കാര്യങ്ങളൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ചോയ്സ് ഫില്ലിംഗ് തടസ്സപ്പെട്ടേക്കാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഐക്കർ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, BFSc ബാച്ചുലർ ഓഫ് ഫിഷറി സയൻസസ് ഉണ്ട്, BSc ഹോണേഴ്സ് ഫോറസ്ട്രി ഉണ്ട്, BSc ഹോണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ് ഉണ്ട്, BSc ഹോണേഴ്സ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ BSc ഹോണേഴ്സ് സെറികൾച്ചർ ഉണ്ട്, അതുപോലെ BSc ഹോണേഴ്സ് നാച്ചുറൽ ഫാമിംഗ്, അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, BTech ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി എന്നീ 13 കോഴ്സാണ് ഐക്കർ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കൗൺസിലിംഗ് ചെയ്യേണ്ടുന്ന ഒരു സ്റ്റെപ്പായിരുന്നു ഇത്. സെപ്റ്റംബർ 2 തൊട്ട് 8 വരെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത്. ബേസിക് ഡീറ്റെയിൽസും CUETൻ്റെ സ്കോർ കാർഡും അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പറൊക്കെ വെച്ചുകൊണ്ട്. അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ്, നാളെ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ചോയ്സ് ഫില്ലിംഗ് എന്നുള്ളത്. ഏത് സ്ഥാപനത്തിൽ ഏത് കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ വേണം, ആദ്യം നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഈ ഒരു സ്ഥാപനമാണ്, ഈ കോഴ്സിന് ഈ ഒരു സ്ഥാപനമാണ്, അത് കഴിഞ്ഞ് ഈ ഒരു സ്ഥാപനമാണ് എന്നുള്ളൊരു പ്രിഫറൻസ് ലിസ്റ്റാണ് ചോയ്സ് ഫില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 4 റൗണ്ടുകളാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ളത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, അതുപോലെ റൗണ്ട് 4. ഇത് കഴിഞ്ഞാൽ ഒരു മോപ്പപ്പ് റൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുമില്ലടാ, ഈ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 ഒക്കെ ഉദ്ദേശിക്കുന്നത് 4 വട്ടം അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പം അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കോഴ്സ് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥാപനത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു റൗണ്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഫീസ് അടച്ചുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് അതെല്ലാം വേണ്ടെന്നുണ്ടെങ്കിൽ അപ്ഗ്രഡേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ 4 റൗണ്ടുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മോപ്പപ്പ് റൗണ്ടും ഉണ്ടാവും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഇതിൻ്റെ ഒരു ഷെഡ്യൂളാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇവൻറ്റ്സ് ആയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് റൗണ്ട് ഉണ്ട്, സെക്കൻഡ് റൗണ്ട് ഉണ്ട്, തേർഡ് റൗണ്ടും ഫോർത്ത് റൗണ്ടും മോപ്പപ്പ് റൗണ്ടും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ചെയ്യാനുള്ളത് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. രജിസ്ട്രേഷൻ ഫോർ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ചോയ്സ് ഫില്ലിംഗ് ഉണ്ട്, അതുപോലെ പേയ്മെൻറ്റ് ഓഫ് കൗൺസിലിംഗ് ഫീൻ്റെ അപ്ലോഡിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇതാണ് നിങ്ങൾ ഈ ഒരു ചോയ്സ് ഫില്ലിംഗ് റൗണ്ടിൽ ചെയ്യാനുള്ളത് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഏത് കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണം ആ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് ഫില്ലിംഗ് കൂടെ നടത്തുക. ശേഷം കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ അവർ ചോദിക്കും, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. പിന്നെ 500 രൂപയായിട്ടുള്ള ഒരു ഫീസും കൂടെ നിങ്ങൾ പേ ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഒക്ടോബർ 14 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ 17 ഒക്ടോബർ 17 രാത്രി 11:50 വരെയാണ് ടൈം ഉള്ളത്. പക്ഷേ നിങ്ങൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് റൗണ്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു, 500 രൂപ പേ ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന അതിൽ തന്നെ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൽ ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഫസ്റ്റ് റൗണ്ടോടുകൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആ കിട്ടിയിരിക്കുന്ന സ്ഥാപനം നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു സീറ്റ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം. അതിന് അഗൈൻസ്റ്റ് ആയിട്ട് 10,000 രൂപയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. ചില സ്ഥാപനങ്ങൾ ചെയ്യുക, നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിലോട്ട് പോകുന്ന സമയത്ത്
ബാക്കിയുള്ള അഡ്മിഷൻ ഫീസ് അഡീഷണൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ മൈനസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യുക. ചില സ്ഥാപനങ്ങൾ അവിടെ അഡ്മിഷൻ ഫീസ് നിങ്ങൾ പൂർണ്ണമായിട്ട് അത്ര തന്നെ കൊടുക്കേണ്ടി വരും. ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു 10,000 രൂപ അക്കൗണ്ടിലോട്ട് തിരിച്ച് കയറാണ് ചെയ്യുക. കാര്യം ഒരു അഷുറൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത് എല്ലാ സ്റ്റേജിലും നടക്കുന്ന ഒന്നുമില്ല. നിങ്ങൾക്ക് സീറ്റ് ആ ഒരു സ്ഥാപനത്തിൽ ആ കോഴ്സിന് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് എവിടെയാണ് കിട്ടിയതെന്നുള്ള അലോട്ട്മെൻറ്റ് കാണിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ റെസ്പോണ്ട് ടു ക്വയറീസ് ബൈ യൂണിവേഴ്സിറ്റീസ്. നിങ്ങൾ എന്തെങ്കിലും ക്വയറീസ് സംശയങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും ആ റൗണ്ടിൽ കിട്ടും. അതുപോലെ റീസബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇഫ് റിക്വയർഡ്. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും റീസബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തിരുത്തലുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഡിപ്പോസിറ്റ് ഓഫ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആൻഡ് ജനറേഷൻ ഓഫ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ. അതായത് എനിക്കൊരു കോഴ്സിന് ഒരു സ്ഥാപനത്തിൽ ഐക്കർ ത്രൂ കിട്ടുകയാണ്. അപ്പോൾ അത് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടക്കുന്നു, എന്നിട്ട് ഫ്രീസ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ നിങ്ങൾക്ക് ഒരു ജനറേഷൻ ഓഫ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ലെറ്റർ വെച്ചിട്ടാണ് ഐക്കർ ത്രൂ ഉള്ള ഒരു സ്ഥാപനത്തിലോട്ട് ഫിസിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്, ഇത് ഓൺലൈൻ കൗൺസിലിംഗ് ആണ്, ഫിസിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ടത് ഈ ഒരു പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്ററുമായിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റി കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ഗ്രഡേഷന് കൊടുക്കാം. അപ്ഗ്രഡേഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഉള്ള സീറ്റ് പോകുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്ഗ്രഡേഷന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത റൗണ്ടിൽ നിങ്ങൾ അപ്ഗ്രഡേഷന് കൊടുത്തതിന് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ചോയ്സ് ഫില്ലിംഗ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് തന്നെയാണ് ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഫോർത്ത് റൗണ്ടിലും നടക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥാപനം നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഫോർത്ത് റൗണ്ടിലോ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യമാവുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളും കോഴ്സസും ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഫ്രീസ് ചെയ്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫിസിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ആ ഒരു സ്ഥാപനത്തിലോട്ട് പോകാനുള്ള പ്രൊസീജിയർ മാത്രമാണ്. ഇനി ഒരാൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിന് വരാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഫേസിൽ നമ്മൾ സെപ്റ്റംബർ 2 മുതൽ 8 വരെ അപ്ലൈ ചെയ്യണമായിരുന്നു എന്നുള്ളത്. അയാൾ ഈ ചോയ്സ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മറക്കുകയാണ്. മറന്നു കഴിഞ്ഞാൽ ഈ ഒരു 4 റൗണ്ടുകളും കഴിഞ്ഞിട്ട് എന്തെങ്കിലും സീറ്റുകൾ ഏതെങ്കിലും കോഴ്സിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റിൽ അപ്ലിക്കേഷൻ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഈ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം. ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു മോപ്പപ്പ് റൗണ്ട് എന്താണെന്നുള്ളത്. ഈ ഒരു മോപ്പപ്പ് റൗണ്ടിൽ അവർക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫീ പേയ്മെൻറ്റ് നടത്തുന്നില്ല. ഈ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ടൈമിലാണ് ഫീ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്യാത്ത ആൾക്കാർക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂടാ? ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഡയറക്റ്റ്ലി ഈ ഒരു സാധനത്തിന് സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ ഇതിലോട്ട് ചാടാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ 500 രൂപ പേ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു മോപ്പപ്പ് റൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ റൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഈ ഒരു ചോയ്സ് ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെ വേണം, ഫിസിക്കലി നിങ്ങൾ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സൂചിപ്പിക്കുന്ന നിങ്ങളുടെ മാട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയി കഴിഞ്ഞാലും മതി. പിന്നെ അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ്, ഗ്രേഡ് റിപ്പോർട്ട്സ് ഓഫ് 10ാം ക്ലാസ്സിലെയും 12ത്തിലെയും ഗ്രേഡ് ഷീറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC വേണം. അതുപോലെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് ടു ദ കാൻഡിഡേറ്റ് ബൈ NTA, അതായത് എക്സാമിന് CUT എക്സാമിന് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തത് വേണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് കൺഫർമേഷൻ പേജ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ടു NTA. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ CUT എക്സാമിന് അപ്ലൈ ചെയ്ത ആ ഒരു പേജും ആപ്ലിക്കേഷൻ്റെ പേജും അതിൻ്റെ കോപ്പിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റാങ്ക് കാർഡ് ഇഷ്യൂഡ് ബൈ ദി ഐക്കർ ടു ദി എലിജിബിൾ കാൻഡിഡേറ്റ്സ്, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള അഡ്മിഷൻ ലെറ്റർ പുറപ്പെടുവിക്കുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ. അതും നിങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടത്, എന്തൊക്കെയാണ് ഓൺലൈൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വേണ്ടത് എന്നുള്ളത് ടിക്കും അതുപോലെ തന്നെ തെറ്റിട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദി അഡ്മിറ്റഡ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക്
അഡ്മിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ആ ഒരു പ്രൊവിഷണൽ താൽക്കാലികമായിട്ടുള്ള അഡ്മിഷൻ ലെറ്ററും നിങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ സമയത്ത് വേണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ CUT അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള അതേ ഫോട്ടോ തന്നെ ഇവിടെയും വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 28 ഡിജിറ്റ് ആധാർ എൻറോൾമെൻറ്റ് ID വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും ക്യാരക്ടർ സർട്ടിഫിക്കറ്റും വേണം. അതുപോലെ തന്നെ SC ST UPS OBC NCL ജനറൽ EWS കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ ഹാജരാക്കണം. ഇനി PWD കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ എക്സാമിന് ഇവിടെ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ സമയത്തും ആവശ്യമായിട്ട് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ ഐക്കറിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഇങ്ങനൊരു പേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിൽ പ്രധാനമായിട്ടും ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഐക്കറിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആചാര്യ NG രംഗ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ 70ഓളം വരുന്ന സ്ഥാപനങ്ങളിലോട്ടാണ് ഈ 13ഓളം വരുന്ന കോഴ്സുകളിലായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതൊക്കെ കോളേജുകളിൽ എത്ര സീറ്റുകളുണ്ട്, പിന്നെ കാറ്റഗറി വൈസ് എത്ര സീറ്റുകളാണ് വരുന്നത്, പിന്നെ നമ്മൾ +2 ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കണം, ഇത്തരം കാര്യങ്ങളും കൂടെ അവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ അൺറിസർവ്ഡ് സീറ്റ് എത്രയുണ്ട്, SC ST OBC NCL PWD UPS EWS അങ്ങനെ ടോട്ടൽ എത്ര സീറ്റുകളുണ്ട് ഓരോ കോഴ്സിനും ഓരോ കോളേജിലുമായിട്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഓരോ കോഴ്സും അതിന് ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഈ കാണുന്ന കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിച്ച് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് NIRFൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് എന്നുള്ളൊരു സെക്ടർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിനെ റാങ്ക് ചെയ്തിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ ഒരു റാങ്കിങ് ലിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിൽ നിങ്ങൾക്ക് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ ഐക്കർ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ട് പറ്റും മൂന്നാമതായിട്ട്. പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടാനഗറിലുള്ളതുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കശ്മീർ യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് കശ്മീർ, അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ, ഫിഷറീസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂടെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും പറ്റും. പിന്നെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ടു യു. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ചോയ്സ് ഫില്ലിങ് നടത്തിയിട്ട് അപ്ലിക്കേഷൻ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാൻ വേണ്ടി പറ്റുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.